പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദേശീയ പ്രസ്ഥാനം ആദ്യത്തെ ക്ലാസ്സിലൂടെ പ്രധാനമായിട്ടും ഗദ്ദാർ പാർട്ടിയെക്കുറിച്ച് പഠിച്ചു അല്ലേ? പിന്നെ മറ്റു ചില പ്രധാന സംഘടനകളെക്കുറിച്ചും. ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. നമുക്കറിയാം ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ തുടക്കം കുറിക്കപ്പെട്ട എന്നാൽ അന്തർദേശീയ പ്രാധാന്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. എന്നായിരുന്നു രൂപീകരിക്കാൻ കാരണം? ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താനെ ഇസ്ലാം മത വിശ്വാസികള് അവരുടെ ആത്മീയ നേതാവായിട്ട് ഖലീഫ എന്നാണ് വിശേഷിപ്പിക്കുക. അപ്പൊ തുർക്കിയിലെ സുൽത്താനാണ് ഖലീഫയുടെ അധികാരം വിനിയോഗിക്കുക ആത്മീയമായിട്ട് കേട്ടോ. അപ്പൊ തുർക്കിയിലെ സുൽത്താന്റെ അഥവാ ഖലീഫയുടെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതപ്പെടുത്തുകയും തുർക്കിയുടെ ഭരണാധികാരിയായി ഖലീഫ എന്ന പദവി ഒഴിവാക്കുകയും ചെയ്തു. ഇതിനെതിരെ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് പ്രതിഷേധമുണ്ടായി. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രൂപീകരിച്ച പ്രസ്ഥാനമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. കോൺഗ്രസ് ഈ പ്രസ്ഥാനത്തെ പിന്തുണച്ചു. ഗാന്ധിജി ഈ പ്രസ്ഥാനത്തെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി സംയോജിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം ബ്രിട്ടീഷുകാർക്കെതിരാണ്. ആണേ. ഈ ഖിലാഫത്ത് പ്രസ്ഥാനം ആർക്കെതിരെയാ? ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ എന്തിനാ രണ്ടായി പ്രവർത്തിക്കുന്നത്? ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുകയല്ലേ നല്ലത്? അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ചിലപ്പോൾ ആക്കം കൂട്ടിയേക്കും എന്നൊരു ചിന്താഗതി. ഓക്കെ. അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താന്റെ അഥവാ ഖലീഫയുടെ അധികാരങ്ങളാ ബ്രിട്ടൻ പരിമിതപ്പെടുത്തി. കോൺഗ്രസ് ഈ പ്രസ്ഥാനത്തെ പിന്തുണച്ചു. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ 1920 തുടക്കം കുറിച്ച നിസ്സഹകരണ പ്രസ്ഥാനമായി സംയോജിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഖിലാഫത്ത് ദിനമായിട്ട് ഇന്ത്യയിൽ കണക്കാക്കിയത്, അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. ബ്രിട്ടന്റെ ഈ നടപടിക്കെതിരെ പ്രതിഷേധം അറിയിച്ചു. ഖിലാഫത്ത് ദിനമായി കണക്കാക്കുന്നത് 1919 ഒക്ടോബർ 17. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് വിളിച്ചു ചേർത്തത് 1919 നവംബർ മാസം. സമ്മേളനം നടന്നത് ഡൽഹിയിൽ വെച്ചായിരുന്നു. ആ അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസിൽ അധ്യക്ഷത വഹിച്ചത് AK ഫസലുൽ ഹക്കാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മറ്റ് പ്രധാന ദേശീയ നേതാക്കളാണ് നമ്മുടെ ഗാന്ധിജിയുടെ ഇരു കൈകൾ എന്നറിയപ്പെടുന്ന അലി ബ്രദേഴ്സ്, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലി. മക്കയിൽ ജനിച്ച് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി മൗലാന അബ്ദുൽ കലാം ആസാദ്. നമ്മൾ ഭഗത് സിംഗ് പഠിച്ചപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻകുലാബ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ ഹസ്രത്ത് മൊഹാനി, കൂടാതെ ഹക്കിം അജ്മൽ ഖാനും. ഹക്കിം അജ്മൽ ഖാനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയെന്ന് ഓർമ്മയുണ്ടോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരേ ഒരു ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കിം അജ്മൽ ഖാൻ അല്ലേ? ഗുഡ്. അപ്പോൾ എല്ലാവരെയും നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് 1919 ഒക്ടോബർ 17. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് സംഘടിപ്പിച്ചത് 1919 നവംബർ മാസം ഡൽഹിയിൽ. ആ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് AK ഫസലുൽ ഹക്കാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മറ്റു പ്രമുഖ നേതാക്കൾ എന്ന് പറയുന്നത് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹസ്രത്ത് മൊഹാനി, കൂടാതെ ഹക്കിം അജ്മൽ ഖാൻ. ഓക്കെ അല്ലെ? ഒന്നുകൂടെ നമുക്ക് വിശ്വസിച്ചാലോ? ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിക്കാനുള്ള കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ ഖലീഫയുടെ, അതായത് സുൽത്താന്റെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതപ്പെടുത്തി. ഖലീഫ എന്ന സ്ഥാനം, മുസ്ലിങ്ങളുടെ ആത്മീയ പിതാവാണ് ഖലീഫ എന്ന സ്ഥാനം, അത് ഒഴിവാക്കി. കോൺഗ്രസ് ഈ പ്രസ്ഥാനത്തെ പിന്തുണച്ചു. ഗാന്ധിജിയെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കുവാൻ ആഹ്വാനം ചെയ്തു. മുസ്ലിങ്ങളുടെ ആത്മീയ പിതാവ് ഖലീഫ എന്നറിയപ്പെടുന്നതിന് മുൻപ് അറിയപ്പെട്ടത് നബി എന്നായിരുന്നു. ഇസ്ലാം മതവിശ്വാസികളുടെ അവസാന നബി, അവസാന പ്രവാചകൻ, നബി എന്ന് പറഞ്ഞ പ്രവാചകൻ കേട്ടോ. അവസാന നബി, അവസാന പ്രവാചകൻ എന്ന് പറയുന്നത് മുഹമ്മദാണ്, മുഹമ്മദ് നബി. അതിനുശേഷമുള്ള ആത്മീയ പിതാവിനെ ഖലീഫ എന്ന സ്ഥാനപ്പേരിലാണ് വിളിച്ചിരുന്നത്. ഖലീഫ ഒട്ടോമൻ തുർക്കിയുടെ ഭരണാധികാരിയുമായിരിക്കും. ഓക്കെ. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒട്ടോമൻ തുർക്കി ബ്രിട്ടനോട് പരാജയപ്പെട്ടപ്പോൾ ഈ സ്ഥാനം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ചേർന്ന്
ഒഴിവാക്കാൻ തീരുമാനിച്ചു. അതായിരുന്നു പ്രതിഷേധം. ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് 1919 ഒക്ടോബർ 17. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് 1919 നവംബർ മാസം. സമ്മേളന വേദി ഡൽഹിയാണ്. അധ്യക്ഷൻ എ.കെ. ഫസലുൽ ഹക്ക്. മറ്റ് നേതാക്കൾ എന്ന് പറയുന്നത് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹസ്രത്ത് മൊഹാനി, പിന്നെ ഹക്കിം അജ്മൽ ഖാനും. ഈ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റി ഭാരവാഹികളെ നിശ്ചയിച്ചു. അതിന്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ഗാന്ധിജി. കാരണം ഞാൻ പറഞ്ഞു, പ്രധാന നേതാക്കള് ഗാന്ധിജിയുടെ ഇരു കൈകളെന്നറിയപ്പെടുന്ന അലി ബ്രദേഴ്സ് ആയിരുന്നു അല്ലെ. അതുകൊണ്ട് ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ഗാന്ധിജിയെ. ഗാന്ധിജി ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിക്കുകയും ചെയ്തു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആശയപ്രചരണത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജി കേരളത്തിൽ ആദ്യമായി എത്തിയത് 1920 അല്ലെ. ഗാന്ധിജി 5 തവണ കേരളത്തിൽ എത്തിയെന്ന് നമുക്കറിയാം അല്ലെ. ആദ്യ തവണ വന്നത് ഏത് വർഷം? 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട്, ശരിയല്ലേ. രണ്ടാമത് വന്നത് 1925 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ഭരണാധികാരി സേതു ലക്ഷ്മിഭായുമായി ചർച്ച നടത്താൻ. 1927 മൂന്നാം തവണ വന്നത് ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ട്. എന്തിനാ ദക്ഷിണേന്ത്യൻ പര്യടനം? ഖാദി പ്രചരണത്തിന്റെ ഭാഗമായി. ഖാദി പ്രചരണത്തിന് വേണ്ടി തെക്കേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ചപ്പോൾ കേരളവും സന്ദർശിച്ചു. 1934 അഖിലേന്ത്യാ ഹരിജൻ ഫണ്ട് രൂപീകരിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ എത്തിച്ചേർന്നു. ഹരിജൻ ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടി കേരളത്തിൽ എത്തിച്ചേർന്നു. ഓക്കെ. പിന്നെ 1937 കേരളത്തിലേക്ക് വേണ്ടി മാത്രമായി അദ്ദേഹം എത്തിച്ചേർന്നു. എന്തിനു വേണ്ടി? ക്ഷേത്ര പ്രവേശന വിളംബരത്തെ അനുകൂലിച്ചുകൊണ്ട്. ക്ഷേത്ര പ്രവേശന വിളംബരത്തെ അനുകൂലിച്ചുകൊണ്ട്. നിങ്ങൾക്ക് ഇത് അറിയാവുന്നതാണ്. 5 തവണയാണ് കേരളത്തിൽ വന്നതെന്ന്. എങ്കിലും ആദ്യ തവണ കേരളത്തിലേക്ക് വരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോട് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിനും. കാരണം ഖിലാഫത്ത് പ്രസ്ഥാനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിലുള്ള നിസ്സഹകരണ പ്രസ്ഥാനവും ആർക്കെതിരെയാണ്? ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരാണ്, അവരുടെ ചെയ്തികൾക്കെതിരെയാണ് അല്ലെ. മറക്കില്ലല്ലോ. അടുത്ത് പഠിച്ചാലോ? യെസ്. ഒന്നുകൂടെ നമുക്ക് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം പൂർണ്ണമായി റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് പഠിക്കാം. ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിക്കാൻ കാരണം എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ പിതാവായ ഓട്ടോമൻ തുർക്കിയിലെ സുൽത്താൻ ഖലീഫയുടെ അധികാരങ്ങൾ ബ്രിട്ടൻ വെട്ടിക്കുറച്ചു, അല്ലെങ്കിൽ സ്ഥാനഭ്രഷ്ടനാക്കിയത്. കോൺഗ്രസ് ഈ പ്രസ്ഥാനത്തെ പിന്തുണച്ചു. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെയാണ് എന്നതുകൊണ്ട്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനവുമായി സംയോജിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഖിലാഫത്ത് ദിനമായി കണക്കാക്കുന്നത് 1919 ഒക്ടോബർ 17 അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് 1919 നവംബർ മാസം ഡൽഹിയിൽ വെച്ച്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എ.കെ. ഫസലുൽ ഹക്കാണ്. മറ്റ് പ്രധാന നേതാക്കൾ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹസ്രത്ത് മൊഹാനി, പിന്നെ ഹക്കിം അജ്മൽ ഖാൻ. ഈ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റായി നിയമിച്ചത് ഗാന്ധിജിയെ. ഹിന്ദു മുസ്ലിം ഐക്യദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. അതിന്റെ ഭാഗമായി കേരളത്തിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി എത്തിച്ചേർന്നത് 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ അരങ്ങേറിയ ദാരുണ സംഭവമാണ് 1921 മലബാർ കലാപവും അതേ തുടർന്നുണ്ടായ വാഗൺ ട്രാജഡിയും. അത് നിങ്ങൾ കേരള ചരിത്രം പഠിക്കുമ്പോൾ വ്യക്തമായി പഠിക്കുന്നതാണ്. എങ്കിലും ജസ്റ്റ് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ. ഓക്കെ. അടുത്ത നമ്മൾ പഠിക്കുന്നു ബട്ട്ലർ കമ്മിറ്റി. ലക്ഷ്യം ബ്രിട്ടീഷ് സാമ്രാജ്യവും നാട്ടുരാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തെക്കുറിച്ച് പഠിക്കുവാൻ. ഈ ബട്ട്ലർ കമ്മിറ്റി നിയമിക്കുവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മൾ വൈസ്രോയിമാര് പഠിച്ചപ്പോൾ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടില് ഒരു പ്രധാന നിർദ്ദേശമുണ്ടായിരുന്നു. ഇന്ത്യയിലെ നാട്ടുരാജ്യക്കന്മാരെ ഭരണത്തിൽ പങ്കുകാരാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. ഓക്കെ. അങ്ങനെ നടപടി സ്വീകരിക്കുക എന്ന നിർദ്ദേശത്തിന്റെ ഭാഗമായി ആദ്യമായി നടപ്പിലാക്കപ്പെട്ടതാണ് നരേന്ദ്ര മണ്ഡൽ. ഇന്നത്തെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുൻഗാമി എന്ന് കണക്കാക്കുന്ന നരേന്ദ്ര മണ്ഡൽ രൂപീകരിക്കുന്നു. നരേന്ദ്ര മണ്ഡൽ അംഗങ്ങളായിട്ടുള്ളത് നാട്ടുരാജാക്കന്മാരാണ്. ആ നാട്ടുരാജാക്കന്മാർക്ക് ഭരണത്തെ വിലയിരുത്തുവാൻ അവസരം കൊടുത്തപ്പോൾ, അതായത് ഭരണത്തിൽ വിലയിരുത്തുക എന്ന് പറയുമ്പോൾ ഓരോ പദ്ധതിക്കും അനുവദിച്ചിട്ടുള്ള തുക എന്താണ്, അത് കൃത്യമായി വിനിയോഗിച്ചിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ
അതുകൊണ്ട് ഈ നരേന്ദ്ര മണ്ഡലിന്റെ പിൻഗാമി എന്ന നിലയിലാണ് നമ്മൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കണക്കാക്കുക. അല്ലെ? നമുക്കറിയാം. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഈ നരേന്ദ്ര മണ്ഡൽ അംഗങ്ങളായ നാട്ടുരാജാക്കന്മാർ പറഞ്ഞു, തങ്ങൾക്ക് ഈ കണക്ക് നോക്കുക മാത്രമല്ലല്ലോ, ഇതിനേക്കാൾ കൂടുതൽ അധികാരം നൽകിയാൽ നന്നായിരിക്കും. നാട്ടുരാജാക്കന്മാര് ബ്രിട്ടീഷുകാരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതായത് അധികാര വികേന്ദ്രീകരണം നാട്ടുരാജാക്കന്മാർ ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണം കുറയ്ക്കണമെന്നും ബ്രിട്ടീഷുകാരിലൂടെ നാട്ടുരാജ്യങ്ങളിൽ രാജാക്കന്മാർക്ക് സ്വതന്ത്ര അധികാരത്തോടുകൂടി പദ്ധതി നിർവഹണം നടത്തുവാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. അത് പരിശോധിക്കാൻ വേണ്ടിയാണ് ബട്ട്ലർ കമ്മിറ്റി നിയമിക്കപ്പെടുക. ഓക്കെ, അപ്പോ ബ്രിട്ടീഷ് സാമ്രാജ്യവും നാട്ടുരാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തെക്കുറിച്ച് പഠിക്കുകയാണ് ലക്ഷ്യം. അത് ആരാവശ്യപ്പെട്ടിട്ടാണ്? നാട്ടുരാജാക്കന്മാർ പറഞ്ഞു, ബ്രിട്ടീഷ് പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കിക്കൊള്ളാം, നടപ്പിലാക്കുന്നതിന് ഞങ്ങൾക്ക് കുറെ സ്വതന്ത്ര അധികാരങ്ങൾ തരണം. സെൻട്രലൈസ്ഡ് ഭരണമല്ല, വികേന്ദ്രീകൃത ഭരണമായിരിക്കും ഉചിതമെന്ന് അങ്ങോട്ട് പറഞ്ഞു. അത് പരിശോധിക്കാൻ നിയമിച്ചത് 1927 ഇർവിൻ പ്രഭു ആയിരുന്നു. അതുപ്രകാരം ബട്ട്ലർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 1929. ഇക്കാലഘട്ടത്ത് ഈ ബട്ട്ലർ കമ്മിറ്റിയുടെ റിപ്പോർട്ടില് കൃത്യമായി വിവരങ്ങൾ രേഖപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ വിവിധ ഭൂപ്രദേശങ്ങളില് അവിടുത്തെ നാട്ടുരാജാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമ്മേളനങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രാദേശികമായി എല്ലാ പ്രവിശ്യകളിലും പ്രവിശ്യകളല്ലാത്ത ചില ഭൂപ്രദേശങ്ങളിലും നാട്ടുരാജാക്കന്മാരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ബട്ട്ലർ കമ്മിറ്റിക്ക് മുന്നിൽ എത്തിക്കുവാനും ശ്രമിച്ചു. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടപെട്ട് കൂടുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന രീതിയിലേക്ക് ആശയങ്ങൾ എത്തിക്കുകയാണ്. ഒടുവിൽ ബട്ട്ലർ കമ്മിറ്റി 1929 റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇതായിരുന്നു: നാട്ടുരാജ്യങ്ങൾക്ക് മേൽ ബ്രിട്ടീഷ് മേൽക്കോയ്മ തുടർന്നും നിലനിർത്തുന്നതാണ് ഉചിതം, അല്ലാതെ അധികാര വികേന്ദ്രീകരണത്തിന് ആവശ്യമില്ല എന്നതായിരുന്നു. അത് അതേപടി നടപ്പിലാക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, 1927 നിയമിച്ച ബട്ട്ലർ കമ്മിറ്റി 29 റിപ്പോർട്ട് സമർപ്പിക്കുക. ഇക്കാലഘട്ടത്തിൽ വിവിധ ഭൂപ്രദേശങ്ങളില് നാട്ടുരാജാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തില് സമ്മേളനങ്ങൾ നടന്നു. എന്തിനു വേണ്ടി? ഈ ബട്ട്ലർ കമ്മിറ്റിയില് ആശയങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതാണ് നാട്ടുരാജ്യ പ്രജാ സമ്മേളനം എന്ന പേരിൽ അറിയപ്പെടുക. ഈ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം ആദ്യമായി നടക്കുന്നത് 1927 ലക്ഷ്യം എന്താ? ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ. അതായത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അധികാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ആദ്യമായി നടന്നത് ബോംബെയിലാണ് 1927 ഡിസംബർ മാസം. കേരളത്തിലെ നാട്ടുരാജാക്കന്മാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എറണാകുളത്ത് നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടന്നത് 1928 അതില് അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. ഓക്കെ, അപ്പൊ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടക്കുന്നത് 1927. ലക്ഷ്യം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ആദ്യമായി നടന്നത് ബോംബെയിൽ 1927 ഡിസംബറിലാണ്. കേരളത്തിലെ നാട്ടുരാജാക്കന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എറണാകുളം നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടന്ന 1928 അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഇവിടെ ഈ നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിൽ നാട്ടുരാജാക്കന്മാരും ജനപ്രതിനിധികളും, അതായത് രാഷ്ട്രീയക്കാരും പങ്കെടുത്തിരുന്നു. അപ്പോ ഇവരുടെ ഏകീകരിക്കപ്പെട്ട ഒരു നിർദ്ദേശങ്ങളാണ് ആർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്? നമ്മുടെ ബട്ട്ലർ കമ്മിറ്റിക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ സ്ഥിരം ചോദിക്കുന്നതാണ് ബട്ട്ലർ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി എന്നാണ് വിളിക്കുക. നാട്ടുരാജ്യങ്ങൾക്കിടയിലെ ബന്ധം പരിശോധിക്കുന്നതിന് വേണ്ടി. മറക്കല്ലേ? അപ്പോ ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? ബട്ട്ലർ കമ്മിറ്റി എന്താണ് ലക്ഷ്യം? ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും നാട്ടുരാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തെക്കുറിച്ച് പഠിക്കുക. നിയമിച്ചത് 1927 ഇർവിൻ പ്രഭു. റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് 1929. നാട്ടുരാജ്യങ്ങൾക്ക് മേൽ ബ്രിട്ടീഷ് മേൽക്കോയ്മ തുടർന്നും നിലനിൽക്കുമെന്ന് നിർദ്ദേശം നൽകി. നാട്ടുരാജ്യ പ്രജാ സമ്മേളനം 1927 ലക്ഷ്യം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. ആദ്യമായി നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടന്നത് ബോംബെയിലാണ് 1928 ഡിസംബർ മാസം. കേരളത്തിലെ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടന്നത് 1928 അധ്യക്ഷനായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്ത് പറയുന്നു ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹം നടന്നത് ഗുജറാത്തിലാണ് 1928. ബ്രിട്ടീഷുകാരുടെ നികുതി വർധനയ്ക്കെതിരെ കർഷകർ നടത്തിയ പ്രതിഷേധം. 1925 കാലഘട്ടം മുതല് ഗുജറാത്ത് ഭൂപ്രദേശത്ത് ക്ഷാമം നേരിടുകയാണ്. 1925 കാലഘട്ടത്ത്
ഗുജറാത്ത് ഭൂപ്രദേശത്ത് ക്ഷാമം നേരിട്ടു. അങ്ങനെ ക്ഷാമം നേരിട്ട് കർഷകരൊക്കെ ദാരിദ്ര്യത്തിന് കീഴിലാണ്. ആ സാഹചര്യത്തിൽ 1927 ബ്രിട്ടീഷ് ഗവൺമെന്റ് 50% നികുതി വർധനയ്ക്ക് ശുപാർശ ചെയ്തു. നികുതി വർധനയ്ക്ക് ശുപാർശ ചെയ്തു. അങ്ങനെ നികുതി വർധനയ്ക്ക് ശുപാർശ ചെയ്തപ്പോൾ നമ്മുടെ ബർദോളിയിലെ ജനങ്ങള് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിനോട് പോയി പറഞ്ഞു, അങ്ങ് എങ്ങനെയെങ്കിലും ഇടപെട്ട് ഈ നികുതി കുറയ്ക്കണം. ഞങ്ങൾ സമരം ചെയ്യാൻ തയ്യാറാണ്. ഇതിനു മുൻപ് ഗുജറാത്തിലെ ഖേദ സത്യാഗ്രഹം നിങ്ങൾക്കറിയാം. ഖേദ സത്യാഗ്രഹത്തിൽ ഇതുപോലെ ക്ഷാമം വന്നു. ജനങ്ങളെ നികുതി ഏൽപ്പിച്ചു. ജനങ്ങളെ നികുതി കൊടുക്കണ്ട എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു ഗാന്ധിജിയുടെ നേതൃത്വത്തില്. അല്ലെ? ഗുജറാത്ത് മഹാസഭ. ഒടുവില് ഗാന്ധിജി നികുതി കൊടുക്കരുതെന്ന് പറഞ്ഞതിന്റെ പേരില് ജനങ്ങൾ നികുതി കൊടുത്തില്ല. അതിന്റെ പേരില് ജനങ്ങളുടെ വസ്തുക്കള് ആര് കണ്ടുകെട്ടി? ബ്രിട്ടീഷുകാര് കണ്ടുകെട്ടി. ഒടുവിൽ നിരന്തരമായ ആവശ്യം തുടർന്നപ്പോൾ ബ്രിട്ടീഷുകാര് പറഞ്ഞു, സമ്പന്നർ നികുതി കുടിശ്ശിക വരുത്തിയിട്ടുള്ള സമ്പന്നർ നികുതി അടച്ചാൽ എന്ത് ചെയ്യാം? സാധാരണക്കാർക്ക് നികുതി ഒഴിവാക്കി കൊടുക്കാം. പക്ഷേ സമ്പന്നര് കുടിശ്ശികയിട്ടുള്ള സമ്പന്ന നികുതി അടയ്ക്കോ? അടക്കിച്ചില്ല. അത് പ്രകാരം ഖേദ ഭൂപ്രദേശത്തെ സ്വത്ത് കർഷകർക്ക് തിരിച്ചു കിട്ടിയില്ല. കണ്ടുകെട്ടപ്പെട്ടു. അപ്പോ സർദാർ വല്ലഭായ് പട്ടേല് നമ്മുടെ ബർദോളി സത്യാഗ്രഹത്തിന് പങ്കെടുക്കണമെന്ന് അവിടുത്തെ കർഷകർ ആവശ്യപ്പെട്ടപ്പോ പട്ടേൽ പറഞ്ഞു, ഖേദയിലുള്ളതുപോലെ നമ്മൾ സമരം ചെയ്താൽ, നികുതി നിഷേധം നടത്തിയാൽ, നികുതി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ചിലപ്പോ നിങ്ങളുടെ വസ്തുവകകൾ കണ്ടെത്തിയെന്ന് വരാം. അത് നിങ്ങൾക്കേറെ നഷ്ടമുണ്ടാക്കും. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉചിതം. സമരത്തിലേക്ക് പോകാതെ നമുക്ക് കഴിവുള്ള നികുതിയെങ്കിലും അടച്ചു മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതമെന്ന് പറഞ്ഞു. അപ്പൊ കർഷകർ വീണ്ടും പറഞ്ഞു, എന്തും ത്യജിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ നികുതി അടച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിന് ജീവിക്കാൻ കഴിയില്ല. പട്ടിണിയിലായി പോകും. അങ്ങനെ നേതൃത്വം ആരേറ്റെടുത്തു? സർദാർ വല്ലഭായ് പട്ടേൽ ഏറ്റെടുത്തു. നികുതി നിഷേധം എന്ന പേരില് ജനങ്ങള് നികുതി കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇതിന്റെ പേരിൽ ബ്രിട്ടീഷുകാര് നേരത്തെ നമ്മുടെ ബർദോളി എന്ന സത്യാഗ്രഹ കാലഘട്ടത്ത് ഖേദ സത്യാഗ്രഹത്തിൽ പോലെ തന്നെ എന്ത് ചെയ്തു? വസ്തുവകകൾ കണ്ടെത്തി. വസ്തുക്കൾ കണ്ടുകെട്ടി നോട്ടീസ് കൊടുത്തു കർഷകർ നികുതി അടയ്ക്കാൻ വേണ്ടിയിട്ട്. സർദാർ പട്ടേൽ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും വസ്തു ബ്രിട്ടീഷുകാരെ കണ്ടുകെട്ടിയാൽ അത് കണ്ടുകെട്ടരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പോകരുത്. അങ്ങനെ പോകാതിരുന്നാൽ അത് നമ്മുടെ വിജയമാണ്. വല്ലഭായ് പട്ടേലിന്റെ നിർദ്ദേശങ്ങള് അക്ഷരം പതി ജനങ്ങൾ അവിടെ പാലിച്ചു. ജനങ്ങള് അത് വിട്ടുകിട്ടാൻ വീണ്ടെടുക്കുവാനായിട്ട് കോടതിയെ സമീപിച്ചില്ല, ട്രൈബ്യൂണലിനെ സമീപിച്ചില്ല, ഉദ്യോഗസ്ഥരെ സമീപിച്ചില്ല. അങ്ങനെ കണ്ടുകിട്ടിയ കന്നുകാലികളൊക്കെ ഈ പ്രാദേശിക റവന്യൂ ഓഫീസിൽ നിൽക്കുകയാണ്. അവരെന്ത് ചെയ്യാനാ ഈ കണ്ടുകെട്ടിയ കാളയും കന്നുകാലികളൊക്കെ? അപ്പൊ കുറെ കഴിഞ്ഞിട്ട് അവര് തന്നെ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല? അവര് പറഞ്ഞു, ഞങ്ങൾക്ക് നീതി അടയ്ക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ നിങ്ങൾ കൂടുതൽ നികുതി അടച്ചാലും ഇവയെ വിറ്റ് മാത്രമേ നികുതി അടയ്ക്കാൻ പറ്റൂ. അതിനേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ കൊണ്ടുപോകുന്നതല്ലേ. അങ്ങനെ ഈ ഒരു ആശയം പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇന്ത്യയിലൊട്ടാകെ പ്രചരിക്കപ്പെട്ടു. ഒടുവില് ബ്രിട്ടീഷുകാരെ നേരിട്ട് ഇടപെട്ടു. ഈ പ്രശ്നം എങ്ങനെയും ഒഴിവാക്കണം. അങ്ങനെ കർഷകർക്ക് എന്ത് ചെയ്യാണ്? അവരിൽ നിന്ന് ജപ്തി ചെയ്ത കന്നുകാലികളൊക്കെ തിരികെ കൊടുക്കുകയാണ്. നികുതി വർധന ഒഴിവാക്കുകയും ചെയ്തു. അപ്പോ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും മികച്ച ഒരു വിജയമായിരുന്നു അവിടെ ഉണ്ടായത്. അദ്ദേഹം കൃത്യമായ നിലപാട്. ആദ്യം കർഷകർ വന്ന് സമരം ആരംഭിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സമരം ആരംഭിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും. നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ ഖേദ സത്യാഗ്രഹത്തെ പോലെ അത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. കർഷകർ പറഞ്ഞു, എന്തും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ പട്ടേൽ പറഞ്ഞു, എന്താ പറഞ്ഞേ? നിങ്ങൾ എന്തെങ്കിലും വസ്തുക്കൾ നിങ്ങളൊന്ന് ജപ്തി ചെയ്താൽ അത് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർ പിന്നാലെ പോയേക്കരുത്. അപേക്ഷയുമായി പോയേക്കരുത്. ആ ഒരു നിർദ്ദേശമാണ് അവിടെ വിജയത്തിലേക്ക് എത്തിക്കുക. വിജയത്തിലെത്തിയത് കൊണ്ട് നമ്മുടെ ഗാന്ധിജി സർദാർ വല്ലഭായ് പട്ടേലിനെ എന്തെന്ന് വിളിച്ചു? ബർദോളി ഗാന്ധി. അല്ലെ? ജനങ്ങൾ ബർദോളി ഗാന്ധി എന്ന് വിളിച്ചു. സർദാർ എന്ന വിശേഷണം നൽകിയത് ആരായിരുന്നു? ഗാന്ധിജിയായിരുന്നു. അപ്പൊ വല്ലഭായ് പട്ടേല് ബർദോളി സത്യാഗ്രഹം വിജയത്തിലേക്ക് എത്തിച്ചത് കൊണ്ട് സർദാർ എന്ന വിശേഷണം നൽകിയത് ആരായിരുന്നു? ഗാന്ധിജിയായിരുന്നു. മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ബർദോളി സത്യാഗ്രഹം ഗുജറാത്തിൽ 1928 ബ്രിട്ടീഷുകാരുടെ നികുതി വർധനയ്ക്കെതിരെ കർഷകർ നടത്തിയ പ്രക്ഷോഭം. അതിന്റെ നേതൃത്വം ഏറ്റെടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ. അതുകൊണ്ട് അദ്ദേഹത്തെ ജനങ്ങൾ ബർദോളി ഗാന്ധി എന്ന് വിളിക്കാറുണ്ട്. സർദാർ എന്ന വിശേഷണം പട്ടേലിന് നൽകിയത് ഗാന്ധിജിയുമാണ്. അടുത്ത് പറയുന്നു നെഹ്റു റിപ്പോർട്ട്. നെഹ്റു റിപ്പോർട്ട് ബ്രിട്ടന് സമർപ്പിച്ചത് 1928 ഓഗസ്റ്റ് 19.
ഇത് തയ്യാറാക്കിയതാരായിരുന്നു? മോത്തിലാൽ നെഹ്റു. ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർദ്ദേശങ്ങൾ നൽകുവാൻ ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് അവതരിപ്പിക്കുക. പക്ഷേ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തില് മുഹമ്മദ് അലി ജിന്ന ഈ നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തിട്ട് അദ്ദേഹം പറഞ്ഞു 14 ആവശ്യങ്ങൾ ബ്രിട്ടീഷുകാർ അംഗീകരിച്ചാൽ ഞങ്ങൾ നെഹ്റു റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അല്ലാതെ നെഹ്റു റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഓക്കെ. എതിർത്തത് മുസ്ലിം ലീഗ് ആയിരുന്നു. 1929 14 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? മുഹമ്മദ് അലി ജിന്നയുമായിരുന്നു. ഓക്കെ. അപ്പൊ നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് ബ്രിട്ടന് സമർപ്പിച്ചത് 1928 ഓഗസ്റ്റ് 29. എന്തുകൊണ്ടാണ് അങ്ങനെ സമർപ്പിക്കേണ്ടി വന്നത്? ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു. എന്താണ്? ഇന്ത്യയുടെ ഭരണഘടനാ നിർദ്ദേശങ്ങൾ നൽകുവാൻ ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് 1928 ഓഗസ്റ്റ് 19. ഇതിനെ മുസ്ലിം ലീഗ് അതിശക്തമായി എതിർത്തു. നെഹ്റു റിപ്പോർട്ട് നടപ്പിലാക്കണമെങ്കിൽ തങ്ങളുടെ 14 ആവശ്യങ്ങൾ ആദ്യം അംഗീകരിക്കണം. അത് കഴിഞ്ഞ് നെഹ്റു റിപ്പോർട്ട് നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന് പരിശോധിക്കാമെന്ന നിലപാട്. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടും ഒരുമിച്ച് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് 1928 ഓഗസ്റ്റ് 29 ആരാണ്? മോത്തിലാൽ നെഹ്റുവാണ്. എതിർത്തത് മുസ്ലിം ലീഗ്. എതിർത്തുകൊണ്ട് 14 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത് 1929. ആ 14 ആവശ്യങ്ങൾ തയ്യാറാക്കിയത് ആരാണ്? മുഹമ്മദ് അലി ജിന്നയുമാണ്. ക്ലിയർ? അടുത്ത് പറയുന്നു സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനെ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ് വിശേഷിപ്പിക്കുക. എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ ഭരണസംബന്ധമായ കാര്യങ്ങൾ പരിശോധിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷൻ വരിക. എന്താണ് ലക്ഷ്യം? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പരിഷ്കാരം പരിശോധിക്കുക. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടില് കുറെ ഭരണപരിഷ്കാരങ്ങൾക്ക് ബ്രിട്ടീഷ് പാർലമെന്റ് അനുവാദം നൽകിയിരുന്നു. അക്കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. നടപ്പിലാക്കാൻ കഴിയാത്തതിന് കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഇല്ലാത്തത് കൊണ്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഉത്തരവാദിത്ത ഭരണം, റെസ്പോൺസിബിൾ ഗവൺമെന്റ്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ഉത്തരവാദിത്ത ഭരണം നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഈ ഉത്തരവാദിത്ത ഭരണം എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഭരണത്തിൽ പങ്കാളിയാക്കുക. അത് ജനാധിപത്യം തന്നെയാണ് ഉത്തരവാദിത്ത ഭരണം. പക്ഷേ ആ 19 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞ കാര്യം ഇതായിരുന്നു: ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സൗകര്യാർത്ഥം തിരഞ്ഞെടുപ്പ് നടത്തി ജനപ്രതിനിധികളെ ഭരണത്തിൽ പങ്കാളിയാക്കുക. അപ്പൊ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുപ്പിന് തയ്യാറാവണം. പക്ഷെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളൊന്നും തിരഞ്ഞെടുപ്പിന് തയ്യാറായില്ല. ഇനി തയ്യാറായ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി വേണമെങ്കിൽ നമുക്ക് പറയാം, സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി തയ്യാറായത് 1924 കൽക്കട്ട കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് സ്വരാജ് പാർട്ടി തയ്യാറാകുന്നത്. അങ്ങനെ സ്വരാജ് പാർട്ടി തയ്യാറായത് പ്രകാരം കൽക്കട്ട കോർപ്പറേഷൻ ഇലക്ഷൻ നടക്കുന്നു. ഇലക്ഷൻ നടന്ന് സ്വരാജ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഭരണസമിതി രൂപീകരിക്കുന്നു. ആദ്യ മേയറായി ആര് നിയമിക്കപ്പെടുന്നു? സ്വരാജ് പാർട്ടിയുടെ നേതാവായ CR ദാസ് നിയമിക്കപ്പെടുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ CR ദാസ് പഠിച്ചപ്പോൾ പറഞ്ഞു. ശരിയല്ലേ? അപ്പോ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ പ്രധാന പരിഷ്കാരം ഉത്തരവാദിത്ത ഭരണം. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അനുവദിച്ചാൽ തിരഞ്ഞെടുപ്പ് നടത്തുവാനും അതിലൂടെ ജനപ്രതിനിധികളെ ഭരണത്തിൽ പങ്കാളിയാക്കുവാനും. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ അനുവദിച്ചോ? ഇല്ല. തിരഞ്ഞെടുപ്പ് നടത്താനായിട്ട് പറഞ്ഞോ? ഇല്ല. സഹകരിച്ചോ? ഇല്ല. അതിന്റെ ഭാഗമായിട്ട് 19 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീജനങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തിയെന്ന് നമുക്ക് പറയാം അല്ലെ? ഇന്ത്യയില് വനിതകൾക്ക് വോട്ടവകാശം ആദ്യമായി ഏർപ്പെടുത്തുന്നത് ഏത് നിയമം അനുസരിച്ച്? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച്. അപ്പൊ ഈ നിയമം എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പരിശോധിക്കാനാണ് ആര് വരിക? സൈമൺ കമ്മീഷൻ വരിക. സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിലെ ഒരു കമ്മിറ്റിയാണ്, സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയാണ്, അഥവാ പാർലമെന്ററി കമ്മിറ്റിയാണ്. പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുമ്പോൾ പാർലമെന്റിൽ അംഗങ്ങൾ മാത്രമല്ലേ ഉണ്ടാവത്തുള്ളൂ? അതെ, ആകെ 7 അംഗങ്ങൾ. അതിന്റെ ചെയർമാനായിരുന്നു ജോൺ സൈമൺ. ഈ സൈമൺ കമ്മിറ്റി ഇന്ത്യ സന്ദർശിക്കുമ്പോൾ വൈസ്രോയി ഇർവിൻ പ്രഭു ആണ്. അപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് സ്റ്റാൻലി ബാൾഡിനുമായിരുന്നു. അപ്പൊ സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത് 1927. ആകെ 7 അംഗങ്ങൾ. ചെയർമാൻ എന്ന് പറയുന്നത് ജോൺ സൈമൺ. വൈസ്രോയി ഇർവിൻ പ്രഭു ആണ്. അപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാൻലി ബാൾഡിനുമാണ്. അങ്ങനെ സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചു. ഇന്ത്യ സന്ദർശിക്കുമെന്നായപ്പോൾ 1927 മദ്രാസ് സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സൈമൺ കമ്മീഷൻ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കി. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ MA അൻസാരി ആയിരുന്നു. മുഴക്കിയ മുദ്രാവാക്യം ഇതായിരുന്നു: സൈമൺ ഗോ ബാക്ക്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് യൂസഫ് മെഹ്റലിയുമാണ്. അപ്പൊ സൈമൺ കമ്മീഷനെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ INC സമ്മേളനം
1927 ഡിസംബർ മാസം നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം എവിടെ വെച്ച് നടന്നു? മദ്രാസിൽ വെച്ച് നടന്നു. ആ മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു എം.എ. അൻസാരി ആയിരുന്നു. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യക്കാർ മുഴക്കിയ മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് യൂസഫ് മെറലിയുമാണ്. യൂസഫ് മെറലിയുമാണ്. സെറ്റാണ്. ക്ലിയർ ആണെന്ന് കരുതിക്കോട്ടെ. ഏ യെസ്. അപ്പോ സൈമൺ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇന്ത്യക്കാര് ചർച്ചയ്ക്ക് തയ്യാറല്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളൊന്നും ചർച്ചയ്ക്ക് തയ്യാറല്ല. സ്വരാജ് പാർട്ടിയെ കാണേണ്ട ആവശ്യം സൈമൺ കമ്മീഷൻ ഇല്ല. കാരണം സ്വരാജ് പാർട്ടി ആൾറെഡി അംഗീകരിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഇല്ലാതെ ഗവൺമെന്റ് തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇലക്ഷൻ നടത്തുന്നതായിരിക്കും ഉചിതം എന്ന റിപ്പോർട്ടാണ് ആര് കൊടുക്കുന്നത്? നമ്മുടെ സൈമൺ കമ്മീഷൻ. അപ്പൊ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തപ്പോ ബ്രിട്ടീഷ് ഗവൺമെന്റ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ നമുക്ക് ചെയ്തുകൂടെ എന്ന് ഇന്ത്യക്കാരെ വിളിച്ച് ഇരുത്തി സംസാരിക്കാം. അതിനു വേണ്ടിയിട്ടാണ് വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് കേട്ടോ. അപ്പൊ സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചത് 1928 ഫെബ്രുവരി 3 ബോംബെയിൽ. അതിനകത്ത് ഇന്ത്യക്കാർ ആരും ഇല്ല. കാരണം എന്താ? അതൊരു പാർലമെന്ററി കമ്മിറ്റിയാണ്. പാർലമെന്റ് അംഗങ്ങൾ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റൂ. അത് യാഥാർത്ഥ്യമല്ല. പക്ഷേ ഇന്ത്യക്കാർ പറഞ്ഞു ഇന്ത്യക്കാരൊന്നും ആ സംഘടനയിൽ ആ ഒരു കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആ കമ്മിറ്റി അംഗീകരിക്കില്ല. ഇന്ത്യക്കാർ വിശേഷിപ്പിച്ചത് വൈറ്റ് മെൻ കമ്മീഷൻ. അങ്ങനെ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു 1930. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർത്തത്. മനസ്സിലായോ? അപ്പോ രൂപീകരിച്ചത് 1927. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയത് 1928 ഫെബ്രുവരി 3. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. ഇന്ത്യക്കാർ ആരും അംഗങ്ങളല്ല എന്നാണ് ഇന്ത്യക്കാർ വാദിച്ചത്. ഇന്ത്യക്കാർ അതുകൊണ്ട് തന്നെ വൈറ്റ് മെൻ കമ്മീഷൻ എന്ന് വിളിച്ചു. റിപ്പോർട്ട് സമർപ്പിച്ചത് 1930. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി വട്ടമേശ സമ്മേളനം വിളിച്ചു. വട്ടമേശ സമ്മേളനത്തിലും ഇന്ത്യക്കാര് അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. ഒടുവിൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചു ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇലക്ഷൻ നടത്തും. താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുക. മത്സരിച്ച് വിജയിക്കുന്നവരെ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കും. ഭരണത്തിൽ പങ്കാളിയാണ്. അത് പ്രകാരം 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നു. ആ ഒരു കണ്ടീഷൻ അവിടെ ഉള്ളത് കൊണ്ടാണ് ആ സമയത്ത് ജവഹർലാൽ നെഹ്റു അതിനെ എന്തെന്ന് വിളിച്ചേ? അതിശക്തമായ ബ്രേക്ക് ഉള്ളതും എൻജിനിലും ഇല്ലാത്തതും എന്ന് വിളിച്ചേ. അതിശക്തമായ ബ്രേക്ക് ഉള്ളതും എൻജിൻ ഇല്ലാത്തതും എന്ന് വിളിച്ചത്. മനസ്സിലായോ? അങ്ങനെ ഒരു പ്രശ്നം അവിടെയുണ്ട്. ഒടുവിൽ 37 ഇലക്ഷൻ നടത്തുന്നു. ഇലക്ഷൻ നടന്നപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നു. മത്സരിച്ച് വിജയിച്ച പ്രവിശ്യകളിൽ എന്ത് ചെയ്യുന്നു? ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുന്നു. അഥവാ ഗവൺമെന്റ് സ്ഥാപിക്കുന്നു. മനസ്സിലായോ? ഓക്കെ. എനിവേ അടുത്ത നമുക്ക് പഠിക്കാം. നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് റിവിഷൻ ചെയ്താലോ? ഖിലാഫത്തോട്ടല്ലേ നമ്മൾ പഠിച്ചിരുന്നത്? തുടങ്ങാം. ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിക്കാനുള്ള പ്രധാന കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താന്റെ അഥവാ ഖലീഫയുടെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതപ്പെടുത്തിയത്. കോൺഗ്രസ് ഈ പ്രസ്ഥാനത്തെ പിന്തുണച്ചു. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനമായി സംയോജിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ശക്തമാകും എന്ന കാഴ്ചപ്പാട്. ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് 1919 ഒക്ടോബർ 17. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് ഡൽഹിയിൽ വിളിച്ചു ചേർത്തത് 1919 നവംബർ മാസം. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാം. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് AK ഫസലുൽ ഹക്കാണ്. മറ്റ് നേതാക്കൾ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹസ്രത്ത് മൊഹാനി കൂടാതെ ഹക്കിം അജ്മൽ ഖാൻ എന്നിവർ. അങ്ങനെ ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. ആ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജി. ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. അതിന്റെ ഭാഗമായി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ കേരളത്തിലെത്തിയത് ഗാന്ധിജി 1920 ബട്ട്ലർ കമ്മിറ്റി. ലക്ഷ്യം ബ്രിട്ടീഷ് സാമ്രാജ്യവും നാട്ടുരാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തെക്കുറിച്ച് പഠിക്കുക. നിയമിച്ചത് 1927 ഇർവിൻ പ്രൂഫാണ്. റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് 1929. നാട്ടുരാജ്യങ്ങൾക്ക് മേൽ ബ്രിട്ടീഷ് മേൽക്കോയ്മ തുടർന്നും നിലനിർത്തണമെന്ന് നിർദ്ദേശം നൽകുകയാണ് ബട്ട്ലർ കമ്മിറ്റി ചെയ്തത്. ബട്ട്ലർ കമ്മിറ്റി സന്ദർശിച്ച വേളയിൽ ബട്ട്ലർ കമ്മിറ്റിക്ക് നിർദ്ദേശങ്ങൾ നൽകുക അല്ലെങ്കിൽ സജഷൻസ് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി നാട്ടുരാജ്യ പ്രജാ സമ്മേളനം വിളിച്ചു ചേർത്തു. നാട്ടുരാജാക്കന്മാരും ആ രാജ്യത്തെ ജനങ്ങൾ ഉൾപ്പെടുന്ന കൂട്ടായ്മ. നാട്ടുരാജ്യ പ്രജാ സമ്മേളനം വിളിച്ചു ചേർത്ത് 1927 ലക്ഷ്യം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ആദ്യമായി നടന്നത് ബോംബെയിലാണ് 1927 ഡിസംബർ മാസം. കേരളത്തിലെ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം എറണാകുളത്ത് വെച്ച് നടന്നു 1928.
അതിന്റെ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റുവുമാണ്. ബർദൌളി സത്യാഗ്രഹം നടന്നത് ഗുജറാത്തിൽ 1928. ബ്രിട്ടീഷുകാരുടെ നികുതി വർധനയ്ക്കെതിരെ കർഷകർ നേരിട്ട് നടത്തിയ പ്രക്ഷോഭം. കർഷകർ നേതാവായി വല്ലഭായ് പട്ടേലിനെ ക്ഷണിക്കുന്നു. വല്ലഭായ് പട്ടേൽ പറഞ്ഞത് പ്രകാരം കർഷകർ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ഒടുവിൽ വിജയം വരിക്കുകയും ചെയ്തു. അതുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നു. സർദാർ എന്ന വിശേഷണം പട്ടേലിന് നൽകിയത് ഗാന്ധിജിയുമാണ്. നെഹ്റു റിപ്പോർട്ട് ബ്രിട്ടന് സമർപ്പിച്ചത് 1928 ഓഗസ്റ്റ് 19 നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യയുടെ ഭരണഘടന നിർദ്ദേശങ്ങൾ നൽകുവാൻ ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടത് പ്രകാരം. ഇതിനെ എതിർത്തത് മുസ്ലിം ലീഗ് ആയിരുന്നു. 14 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു 1929. മുസ്ലിം ലീഗിന്റെ ഈ പ്രതിരോധത്തെ അല്ലെങ്കിൽ ഈ 14 ആവശ്യങ്ങൾ തയ്യാറാക്കിയത് ആരായിരുന്നു? പ്രധാന നേതാവായ മുഹമ്മദ് അലി ജിന്ന. അടുത്ത പറയുന്നു സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷന്റെ വിശേഷണം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ലക്ഷ്യം 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പരിഷ്കാരം പരിശോധിക്കുക. എന്തുകൊണ്ട് നടപ്പിലായില്ല എന്ന് പരിശോധിക്കുക. രൂപീകരിച്ചത് 1927 ആകെ 7 അംഗങ്ങൾ. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജോൺ സൈമൺ ആയിരുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ഇർവിൻ പ്രഭു, അപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാൻലി ബാൾഡിനുമായിരുന്നു. സൈമൺ കമ്മീഷന്റെ രൂപീകരണത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1927 മദ്രാസ് സമ്മേളനത്തിൽ. ആ മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ MA അൻസാരി ആയിരുന്നു. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യക്കാർ മുഴക്കിയ മുദ്രാവാക്യമായിരുന്നു സൈമൺ ഗോബാക്ക്. സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് യൂസഫ് മെഹ്റലിയുമാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചത്, ഇന്ത്യയിൽ എത്തിയത് 1928 ഫെബ്രുവരി മാസം 3 ഇന്ത്യക്കാർ ആരും അംഗങ്ങളല്ല എന്നതുകൊണ്ട് ഇന്ത്യക്കാർ അതിനെ വൈറ്റ്മൻ കമ്മീഷൻ എന്ന് വിശേഷിപ്പിക്കുകയും സൈമൺ കമ്മീഷനുമായി ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല. സൈമൺ കമ്മീഷനുമായി ചർച്ച ചെയ്യാൻ തയ്യാറല്ലാത്ത ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ച് ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർക്കുക. ഓക്കെ, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 30 ആ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അനുമതി ഇല്ലാതെ തന്നെ ഇലക്ഷൻ നടത്തുവാനും ഇലക്ഷൻ നടത്തി ജനപ്രതിനിധികളെ കണ്ടെത്തുവാനുമാണ്. ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ, വിവിധ സംഘടനാ പ്രതിനിധികളെ ബ്രിട്ടനിലേക്ക് ക്ഷണിച്ചു. അതാണ് വട്ടമേശ സമ്മേളനം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത് പ്രധാനമായും വട്ടമേശ സമ്മേളനവും അതിന്റെ കാഴ്ചപ്പാടുകളുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കൃത്യമായി പഠിക്കുക. ഓക്കെ അല്ലേ? കൃത്യമായി മനസ്സിലാക്കി റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.